ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ഇരിട്ടിയിലെ വഴിവിളക്കുകളുടെ അവസ്ഥ. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച സോളാർ വഴിവിളക്കുകൾ നോക്കുകുത്തികളായിട്ട് കാലം കുറയായി. അതിനിടയിലാണ് വാഹനമിടിച്ച തൂൺ തന്നെ തകർന്നു പോകുന്ന അവസ്ഥ. ഇരിട്ടി ടൗണിലെ പ്രവർത്തനരഹിതമായ 30ഓളം വരുന്ന സോളാർ വഴിവിളക്കുകളിൽ ഒരെണ്ണം 2 ദിവസം മുൻപ് അജ്ഞാത വാഹനമിടിച്ച് തകർന്നു വീണു. മുസ്ലിം പള്ളിക്ക് സമീപം പുലർച്ചെയോടെയായിരുന്നു സംഭവം. ബാറ്ററി അടക്കം തകർന്നു വീണപ്പോൾ മറ്റു വാഹനങ്ങളും യാത്രക്കാരും സമീപത്തില്ലാതിരുന്നത് ഒരു ദുരന്തമൊഴിവാക്കി. ഇടിച്ച വാഹനം നിർത്താതെ പോയെങ്കിലും തകർന്നു വീണ വഴിവിളക്ക് പിന്നീട് തൊഴിലാളികൾ ഡിവൈഡറിന് മുകളിൽ എടുത്തു വയ്ക്കുകയായിരുന്നു. അപകടത്തിൽ ഡിവൈഡറിൽ സ്ഥാപിച്ചിരുന്ന ബോർഡും തകർന്നിട്ടുണ്ട്. ഏതായാലും സംഭവം നടന്ന് 2-3 ദിവസം കഴിഞ്ഞെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യം അറിഞ്ഞിട്ടില്ല. ഇതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടില്ലെന്നാണ് അറിയുവാൻ കഴിയുന്നത്. തലശ്ശേരി വളവുപാറ റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായി സോളാർ വഴിവിളക്കുകൾ സ്ഥാപിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പ്രവർത്തനരഹിതമായിരുന്നു. തലശ്ശേരി മുതൽ വളവുപാറ വരെ ഏകദേശം 9 കോടി രൂപയുടെ പദ്ധതി മാസങ്ങൾക്കുള്ളിൽ പ്രവർത്തനരഹിതമായതോടെ വൻ അഴിമതി ആരോപണവും ഉയർന്നിരുന്നു. 1 ലക്ഷം രൂപ ചിലവിൽ സ്ഥാപിച്ച 3ാമത്തെ വഴിവിളക്കാണ് കഴിഞ്ഞ ദിവസം വാഹനമിടിച്ചു തകർന്നത്. പ്രവർത്തനരഹിതമായ വഴിവിളക്കുകളിലെ ബാറ്ററികൾ പലതും എടുത്തുമാറ്റുകയും മറ്റു ചിലത് കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. എടുത്തു മാറ്റാത്ത ബാറ്ററികൾ അടർന്നു വീണ് ഏതു നിമിഷവും വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാം. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ബാറ്ററികൾ എടുത്തു മാറ്റണമെന്നും വഴിവിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്നും വ്യാപാരികൾ അടക്കമുള്ളവർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും KSTPയും പൊതുമരാമത്ത് വകുപ്പും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ടൗണിലെ വഴിവിളക്കുകൾ നഗരസഭയ്ക്ക് വിട്ടുതരാൻ ബന്ധപ്പെട്ട വകുപ്പിനോട് നഗരസഭ പലതവണ ആവശ്യപ്പെട്ടിട്ടും മാസങ്ങളായി തീരുമാനമായിട്ടില്ല. വഴിവിളക്കുകൾ പ്രകാശിക്കാത്തതുകൊണ്ട് രാത്രികാലങ്ങളിൽ ഇരിട്ടിയിലെത്തുന്ന അന്തർ സംസ്ഥാന യാത്രക്കാരടക്കം കടുത്ത ദുരിതത്തിലാണ്.